മഴതോരും മുൻപേ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ ബാലേന്ദ്രൻ്റെ മുറിയിലേക്ക് ഗംഗാധരനും ശിവശങ്കരനും കൂടി വരികയാണ്. ആ സമയത്തിന് ബാലചന്ദ്രൻ അവരെ ശരിക്കും അങ്ങ് പൊളിച്ചെടുക്കുന്നുണ്ട്. കിട്ടുന്ന ഒരു അവസരവും പാഴാക്കാതെ ബാലചന്ദ്രൻ ആഞ്ഞടിക്കുകയാണ്. ബാലചന്ദ്രൻ അത്രമാത്രം കടുപ്പത്തിലായിരുന്നു. 22 കൊല്ലം കൊണ്ട് ഇവരുടെയൊക്കെ കൂടെ ചേർന്ന് തന്നെ ചതിക്കുമായിരുന്നു എന്ന് ബാലചന്ദ്രൻ ഉറച്ചു വിശ്വസിക്കുന്നു. സ്വന്തം പെങ്ങൾക്ക് വേണ്ടി ഇത്രയും വലിയൊരു സത്യം ഇവർ മറച്ചു വെച്ചല്ലോ. അവൾക്ക് പിഴച്ചു പ്രസവിച്ച ഒരു കുഞ്ഞുണ്ട് എന്ന കാര്യം വരെ ഒളിപ്പിച്ചു വെച്ചിട്ടാണ് ഇപ്പോൾ വലിയ വീരവാദം അടിച്ച് അവർ വരുന്നത്. എന്നിട്ട് ഇവരെ സ്വീകരിക്കണം പോലും. ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, നിങ്ങളെ ഞാൻ സ്വീകരിക്കണോ? നിങ്ങൾ തന്നെ പറ. നിങ്ങൾ എന്നോട് ചെയ്ത ഈ ചതിക്ക് നിങ്ങളെ ഈ നാട്ടിൽ നിന്ന് തന്നെ പുറത്താക്കേണ്ടതല്ലേ? സ്വീകരിക്കേണ്ട സമയത്തൊക്കെ ഞാൻ സ്വീകരിച്ചിട്ടുണ്ട് ഗംഗേട്ടാ. പക്ഷേ ഇനി എന്നെക്കൊണ്ട് പറ്റില്ല. നിങ്ങളെപ്പോലെ അഭിനയിക്കാൻ എനിക്ക് വശമില്ല. നിങ്ങൾ എത്രമാത്രം അതിവിദഗ്ധന്മാരായിട്ടാണ് എൻ്റെ മുന്നിൽ ഇങ്ങനെ വന്ന് അഭിനയിക്കുന്നത്. അന്നേരം ഗംഗാധരൻ പതിയെ പറഞ്ഞു, ബാലചന്ദ്ര, അതൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളല്ലേ. ഇനി നമ്മൾ അതിനെപ്പറ്റി പറയേണ്ട കാര്യമുണ്ടോ? നിനക്ക് 3 കുട്ടികളില്ലേ, അവരെക്കുറിച്ച് ചിന്തിക്കേണ്ടേ എന്ന്. 3 അപ്പോൾ ഒരാളോ എന്ന് ബാലചന്ദ്രൻ പരിഹാസത്തോട് ചോദിച്ചു. ശിവശങ്കരൻ ഇടയിൽ കയറി പറഞ്ഞു, അത് പിന്നെ വൈജയന്തിയുടേതാണല്ലോ അല്ലേ? ബാലചന്ദ്രൻ മുറിച്ചു പറഞ്ഞു. ശിവശങ്കരൻ പറയുന്നുണ്ട്, ബാലേന്ദ്ര, ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറയണ്ട. വൈജയന്തി വേറെ വീടെടുത്ത് താമസം മാറാൻ പോവാണെന്ന് പറഞ്ഞതാണ്. പക്ഷേ അവിടുന്ന് ഞങ്ങൾ അവളെ നിർബന്ധിച്ച് ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നതാ. ബാലചന്ദ്രൻ അങ്ങ് പൊട്ടിത്തെറിച്ച് ചോദിച്ചു, എന്തിന് കൂട്ടിക്കൊണ്ടുവന്നു? എല്ലാം ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ചതാണ് അവളുമായിട്ടുള്ളത്. അവൾക്ക് ഈ വീട്ടിൽ നിൽക്കാൻ താല്പര്യമില്ല. അവൾക്ക് എങ്ങോട്ടെങ്കിലും പോകണം പോലും. ആയിക്കോട്ടെ എന്ന് ഞാനും പറഞ്ഞു. അവളുടെ തോന്നിവാസം പോലെ പോകാനല്ലേ അവൾക്ക് താല്പര്യം. അല്ലെങ്കിലും അവളെ പോലുള്ള ഒരുത്തി എൻ്റെ ജീവിതത്തിൽ എന്തിനാ? ഞാൻ പറയുന്നതൊന്നും അവൾ കേൾക്കാറില്ല. ഇത്രയും നാളും അവളോടുള്ള സ്നേഹം കൊണ്ട് ഞാൻ എല്ലാം ക്ഷമിച്ചു വിട്ടതാണ്. പക്ഷേ എന്നെ ചതിച്ചതാണ് എന്ന ആ നിമിഷം മുതൽ അവളെ ഞാൻ വെറുക്കാൻ തുടങ്ങിയതാ. ഇത് കേട്ടപ്പോൾ ഗംഗാധരൻ ചോദിച്ചു, അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ ബാലചന്ദ്ര എന്ന്? ആവശ്യമുണ്ടോയെന്നോ? അവൾ എനിക്കെതിരെ ഡിവോഴ്സിന് നീങ്ങിയിരിക്കുകയാണ്. അതറിയാമോ? ഗംഗേട്ടൻ വക്കീലിനെ കൊണ്ട് നോട്ടീസ് വരെ അറിയിപ്പിച്ചു. അപ്പം പിന്നെ അവളെ ഞാൻ തലയിൽ ചുമന്നുകൊണ്ട് നടക്കണോ? ഇല്ല, കേസ് കോടതിയിൽ വരട്ടെ. അവിടെ വന്നാൽ എന്ത് ചെയ്യണമെന്നൊക്കെ എനിക്ക് നന്നായിട്ടറിയാം. അവൾക്കെതിരെ പറയേണ്ട കാര്യങ്ങളൊക്കെ കോടതിയിൽ ഞാൻ അക്കമിട്ട് തന്നെ നിരത്തും. കൈതക്കൽ മാളിക വീട്ടിൻ്റെ അന്തസ്സും അഭിമാനവും എല്ലാം കൂടി ചോർന്നൊലിക്കുകയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇത്രയും കാലം നെടുമ്പരക്കൽ ബാലചന്ദ്രനെ പറ്റിച്ചതിനുള്ള ശിക്ഷ അവൾക്ക് ഞാൻ കൊടുത്തോളാം. പക്ഷേ ഇതുവരെ അലീന ആരാണെന്നുള്ള സത്യം ഞാൻ വെളിപ്പെടുത്തിയിട്ടില്ല. അവൾ കേസുമായി മുന്നോട്ട് പോട്ടെ. എന്നെ പറ്റിച്ച് അവൾക്ക് എന്ത് സുഖം കിട്ടാനാണ് എന്ന് എനിക്ക് കാണണം. ഗംഗാധരൻ വീണ്ടും സമാധാനിപ്പിക്കാൻ നോക്കി. ബാലചന്ദ്ര, അങ്ങനെ പറയരുത്. നിന്റെ ഭാര്യയല്ലേ അവൾ? എന്ത് ഭാര്യയോ? ഭാര്യയായിരുന്നു, പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. പാലായിലെ ഏറ്റവും വലിയ കല്യാണ മണ്ഡപത്തിൽ വെച്ച് ആർഭാടമായിട്ടല്ലേ ഞങ്ങളുടെ വിവാഹം നടന്നത്. അതുപോലെ തന്നെ എൻ്റെ ഡിവോഴ്സ് നടക്കാൻ പോവാണ്. അങ്ങനെ തന്നെയായിരിക്കും. ഏറ്റവും വലിയ ഓഡിറ്റോറിയത്തിൽ വെച്ച് ഡിവോഴ്സ് പാർട്ടി ഞാൻ നടത്തും. അത് ആഘോഷിക്കും. അതൊരു വലിയ സംഭവം തന്നെയായിരിക്കും. നിങ്ങളും വരണം, പങ്കെടുക്കണം. ഈ സന്തോഷത്തിൽ നിങ്ങളും കൂടെ നിൽക്കണം. ഇത്രയും കാലം എന്നെ ഇങ്ങനെ ചതിച്ചതല്ലേ എന്ന് ബാലചന്ദ്രൻ കടുപ്പിച്ച് ചോദിച്ചു. ഇതെല്ലാം കേട്ടുനിന്ന് ശിവശങ്കരനും ഗംഗാധരനും മറുപടിയൊന്നും ഇല്ലായിരുന്നു. ബാലചന്ദ്രൻ പറഞ്ഞ ഓരോ വാക്കും ശരിയാണെന്ന് അവർക്കറിയാം. സ്വന്തം പെങ്ങളുടെ ഭാഗത്തുനിന്ന് തെറ്റാണെന്ന് ബോധ്യമുള്ളത് കൊണ്ടതിനെ ഗംഗാധരൻ തല താഴ്ത്തി നിന്നു. പിന്നീട് ശിവശങ്കരൻ പറഞ്ഞു, ബാലേന്ദ്ര, മക്കളെ ഓർത്തുകൊണ്ടെങ്കിലും നിനക്കൊന്ന് അയഞ്ഞൂടെ? രോഹിത്തിൻ്റെ അവസ്ഥ നിനക്കറിയാമല്ലോ. അവൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരണമെങ്കിൽ നിങ്ങളൊക്കെ ഒരുമിച്ച് നിന്നല്ലേ പറ്റൂ. നിങ്ങൾ രണ്ടുപേരും 2 വഴിക്ക് തിരിഞ്ഞ മക്കളുടെ കാര്യം കഷ്ടത്തിലാവും. നാളെ ബബിതക്കും കൃഷ്ണമോൾക്കും കല്യാണമൊക്കെ വരേണ്ടതില്ലേ? അച്ഛനും അമ്മയും ഡിവോഴ്സായി എന്നറിഞ്ഞാൽ അവർക്ക് നല്ലൊരു ഭാവി ഉണ്ടാവോ? അങ്ങനെ ബാലചന്ദ്രനെ പരമാവധി അവർ ഉപദേശിക്കാൻ ശിവശങ്കരൻ നോക്കുന്നുണ്ട്. പക്ഷേ ബാലചന്ദ്രൻ നല്ല കട്ടക്കലിപ്പിലായിരുന്നു. വിട്ടുകൊടുക്കാൻ അദ്ദേഹത്തിനൊട്ടും തന്നെ ഭാവമില്ല. ഒടുവിൽ ബാലചന്ദ്രൻ പറഞ്ഞു, അവൾ ഇങ്ങോട്ടേക്ക് തിരിച്ചു വരുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. വേറെ വീടെടുത്ത് പോകുമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇനി അവളെ ഞാൻ ഭാര്യയായിട്ട് കാണില്ല. അവൾ ഇവിടെ അധികാരം കാണിക്കാൻ വന്നാൽ ഞാനത് സമ്മതിക്കത്തില്ല. അലീനെ വീട്ടിൽ നിന്നും പറഞ്ഞു വിട്ടിട്ട് ഇവിടെ തമ്പടിക്കണമെന്നാണ് കരുതിയത് എങ്കിൽ അതൊരിക്കലും നടക്കില്ല. അലിയനെ ഞാൻ എങ്ങോട്ടേക്കും വിടില്ല. അത് നേരത്തെ തന്നെ ഞാൻ പറഞ്ഞതാണ്. പിന്നെ ഇവിടെ വന്ന് വഴക്കുണ്ടാക്കി കഴിഞ്ഞാൽ പഴയ ബാലചന്ദ്രനായിരിക്കില്ല നിങ്ങൾ കാണാൻ പോകുന്നത്. പണ്ട് ഞാൻ ഒന്നും പ്രതികരിച്ചിരുന്നില്ല. പക്ഷേ ഇനി അങ്ങനെയൊന്നും ആവില്ല. ഞാൻ നല്ലവണ്ണം പ്രതികരിക്കും. ഇതേ സമയത്തന്നെ അലീന അവർക്കുള്ള ജ്യൂസുമായി അങ്ങോട്ടേക്ക് വന്നു. ജ്യൂസ് കൊടുത്ത് അവൾ തിരിയുന്ന നേരം ഗംഗാധരൻ പറഞ്ഞു, അലീന, നിനക്കറിയാമല്ലോ, വൈജ ഇങ്ങോട്ടേക്ക് വരാൻ താല്പര്യമില്ലാതെ നിന്നതാ. ഞങ്ങൾ നിർബന്ധിച്ചു കൊണ്ടുവന്നതാണ്. അവൾക്കിപ്പോൾ പഴയതുപോലെ നടക്കാനോ കാര്യങ്ങളൊക്കെ ചെയ്യാനോ ഉള്ള ആരോഗ്യമൊന്നുമില്ല. അവളുടെ കാര്യങ്ങൾ കൂടി മോള് നോക്കണം കേട്ടോ. അലീന മറുപടി പറഞ്ഞു, എനിക്ക് നോക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല അങ്കിൾ. പക്ഷേ മേഡം ഞാൻ ചെയ്തു കൊടുക്കുന്നത് സ്വീകരിക്കുമോ എന്നറിയില്ല. എന്നെ കാണുന്നത് തന്നെ അവർക്കിഷ്ടമില്ലല്ലോ. സാരമില്ല, ഞങ്ങൾ അവളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാമെന്ന് അവർ ഉറപ്പ് നൽകി.
അങ്ങനെയാണെങ്കിൽ എനിക്ക് പ്രശ്നമില്ല, അല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാവുമെന്ന് അലീന തന്നെ പറഞ്ഞ് അവിടെ നിന്നും പോയി. പിന്നീട് അലീന ചായമായി വൈജയന്തിയുടെ മുറിയിലേക്ക് ചെല്ലാണ്. അവിടെ ബബിത ഉണ്ടാവും. അലീനെ കണ്ടപ്പോഴേ തന്നെ ബബിത അവളെ ഒന്ന് രൂക്ഷമായി നോക്കി. വൈജയന്തി അപ്പോൾ തന്നെ പൊട്ടിത്തെറിച്ചു. എടി, എന്തിനാടി നീ ഇവിടെ വന്നത്? നിന്റെ ചായ ആര് ചോദിച്ചു? കടന്നു പോ അവിടെ നിന്ന്. നിന്നോടാരായി മുറിയിലേക്ക് വരാൻ പറഞ്ഞത്? അലീന പറഞ്ഞു, അല്ല, യാത്ര കഴിഞ്ഞ് വന്നതല്ലേ, നല്ല ക്ഷീണം കാണുമെന്ന് കരുതിയിട്ടാ ഞാൻ ചായ എടുത്തത് എന്ന് പറയും. വേണ്ടെങ്കിൽ വേണ്ട എന്ന് കരുതി അവൾ നിൽക്കുമ്പോൾ വൈജയന്തി ആക്രോശിച്ചു. എടി, മേലാൽ ഈ മുറിയിലേക്ക് കാല് കുത്തി പോവരുത്. ഇനി നിന്റെ ആതിഥ്യം സ്വീകരിക്കാൻ വന്നതൊന്നുമല്ല ഞാൻ. എൻ്റെ ഡ്രസ്സൊക്കെ എടുത്ത് ഇവിടെ നിന്ന് പോവാൻ വന്നതാണ്. ഞാൻ ഇവിടെ നിൽക്കാനൊന്നും പോകുന്നില്ല. എൻ്റെ കുടുംബം നശിപ്പിച്ചിട്ട് ഇപ്പോൾ നീ ചായയുമായിട്ട് വന്നിരിക്കുന്നു. അത് കേട്ടപ്പോൾ അലീന ഞെട്ടിപ്പോയി. കുടുംബം നശിപ്പിച്ചെന്നോ? അതേടി, നീ എന്ന് ഈ വീട്ടിൽ കാലെടുത്ത് വെച്ചോ അന്ന് തുടങ്ങിയതാണ് ഈ വീടിൻ്റെ കഷ്ടകാലം. നിന്നെ പോലെ ഒരുത്തി ഈ പടി ചവിട്ടാൻ പാടില്ലായിരുന്നു. എന്നിട്ട് നീ എൻ്റെ ജീവിതം അടിച്ചു തകർത്തില്ലേടി? എന്ത് ധൈര്യത്തിലാണ് നീ ഇപ്പോഴും ഇവിടെ നിൽക്കുന്നത്? അലീന പറഞ്ഞു, ഞാൻ ജീവിതം നശിപ്പിച്ചെന്നോ? മാഡം തന്നെയൊന്ന് ആത്മപരിശോധന നടത്തുന്നത് നല്ലതായിരിക്കും. ആരാണ് ആരുടെ ജീവിതം നശിപ്പിച്ചത് എന്ന് അപ്പം മനസ്സിലാവും. ഇതും പറഞ്ഞ് അലീന അവിടെ നിന്നും തിരിഞ്ഞു നടക്കുമ്പോൾ വൈജയന്തി പിന്നിൽ നിന്ന് ശാപവാക്കുകൾ ചൊരിയുകയാണ്. നീ ഒരിക്കലും ഗതി പിടിക്കത്തില്ല, നശിച്ചു പോകുമെന്നൊക്കെ ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ട്. പക്ഷേ അലീന ഇതൊന്നും തന്നെ കേട്ട് കുലുങ്ങുന്നില്ല. വൈജയന്തിയുടെ ഈ പ്രാക്കൊക്കെ അവൾ എത്ര കണ്ടിരിക്കുന്നു. കാക്ക പ്രാർത്ഥിച്ചാൽ ചാവുന്നത് പോത്താണല്ലോ എന്നായിരുന്നു അവളുടെ ചിന്ത. സ്വന്തം മോളെ തന്നെയാണ് അവൾ ശപിക്കുന്നത് എന്ന പാപം അവൾ അറിയുന്നില്ലല്ലോ. താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇവർ തന്നെയാണ് തൻ്റെ ബാല്യവും അച്ഛനമ്മമാരുടെ സ്നേഹവും എല്ലാം ഇല്ലാതാക്കിയത്. അലീനയ്ക്ക് ഇതൊന്നും കേട്ടിട്ട് ഒരു സങ്കടവും തോന്നിയില്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ കൃഷ്ണമോൾ സ്കൂൾ വിട്ടു വന്നു. അമ്മ വന്ന കാര്യം പറഞ്ഞപ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമായി. ഓടിച്ചെന്ന് നോക്കിയപ്പോൾ വൈജയന്തി അവളെ ഒന്ന് രൂക്ഷമായി നോക്കി. കൃഷ്ണമോള് ബാലചന്ദ്രൻ്റെ പക്ഷത്താണെന്ന് വൈജയന്തിക്ക് നന്നായിട്ടറിയാം. കൃഷ്ണമോള് ചോദിച്ചു, അമ്മ എപ്പോൾ വന്നു? കുറച്ചു നേരമായി എന്ന് വൈജയന്തി മറുപടി നൽകി. അമ്മ എന്താ തുണിയൊക്കെ മടക്കി വെക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, ഞാൻ ഇവിടെ സ്ഥിരമായിട്ട് നിൽക്കാൻ വന്നതൊന്നുമല്ല. ഇവിടെ നിന്നും ഞാൻ പോവാൻ തീരുമാനിച്ചു. വേറെ വീടൊക്കെ നോക്കി വെച്ചിട്ടുണ്ട്. കൃഷ്ണമോൾ ഉടനെ പറഞ്ഞു, കൊള്ളാം, സൂപ്പറായിട്ടുണ്ട്. ഇങ്ങനെ തന്നെ വേണം. അല്ല, അമ്മ എന്തിനാ ഇവിടെ നിന്ന് പോകുന്നത്? അമ്മയുടെ വീടല്ലേ ഇത്? എന്ത്, എൻ്റെ വീടോ? എൻ്റെ വീടൊന്നുമല്ലേടി. നിന്റെ അച്ഛനോട് ഞാൻ പറഞ്ഞതാണ് ഞാൻ ഇവിടെ താമസിക്കണമെങ്കിൽ അലീന എന്ന പിശാച് ഇവിടെ ഉണ്ടാവരുത് എന്ന്. പക്ഷേ അച്ഛൻ സമ്മതിച്ചില്ല. ഞങ്ങൾ രണ്ടുപേരിൽ ഒരാളെ ഇവിടെ കാണൂ എന്ന് പറഞ്ഞതല്ലേ. അതുകൊണ്ട് ഞാൻ പോകുന്നു. ഓ, അമ്മയ്ക്കിപ്പോഴും ഒരു മാറ്റവുമില്ല അല്ലേ? ആ പഴയ വൈജ തന്നെയെന്ന് കൃഷ്ണമോള് പരിഹസിച്ചു പറഞ്ഞു. അതെ, പഴയ വൈജ തന്നെ. ആക്സിഡൻ്റ് ഒക്കെ കഴിഞ്ഞപ്പോൾ അമ്മക്ക് ബുദ്ധി തെളിയുമെന്ന് ഞാൻ കരുതി. പക്ഷേ ഇപ്പോഴും മാറ്റമില്ല. വൈജയന്തി തറപ്പിച്ചു പറഞ്ഞു. ഞാൻ എത്രയായാലും മാറാനൊന്നും പോകുന്നില്ല. ഈ വൈജയന്തിക്ക് ഒരേ ഒരു സ്വഭാവം മാത്രമേ ഉള്ളൂ. അത് നീ പറഞ്ഞാലും നിന്റെ അച്ഛൻ പറഞ്ഞാലും ഒരിക്കലും മാറ്റമുണ്ടാവില്ല. കൃഷ്ണമോള് വിട്ടുകൊടുത്തില്ല. അതമ്മയുടെ തോന്നൽ മാത്രമാണ്. അമ്മ ഈ വീട്ടിൽ നിന്നും ഇറങ്ങിയാൽ തോറ്റു നുന്നമ്പാടി പോവത്തേയുള്ളൂ. അവസാനം അച്ഛൻ്റെ കാല് പിടിച്ച് ഇങ്ങോട്ടേക്ക് തന്നെ അമ്മക്ക് തിരിച്ചു വരേണ്ടി വരും നമുക്ക് കാണാമെന്നും പറഞ്ഞ് വൈജയന്തി മകളെ വെല്ലുവിളിച്ചു. പിന്നീട് ശിവശങ്കരനും ഗംഗാധരനും രോഹിതിനെ കാണാൻ ചെന്നു. രോഹിത് പനി പിടിച്ച് തീരെ വയ്യാതെ കിടക്കായിരുന്നു. അവർ അവനോട് മിണ്ടാൻ നോക്കിയെങ്കിലും അവൻ ഒരു വാക്കുപോലും തിരിച്ചു മിണ്ടിയില്ല. അവരുടെ മുഖത്തേക്ക് പോലും നോക്കാതെ തന്നെ കിടന്നു. അലീന വന്ന് പറഞ്ഞു, രോഹിത്തിന് പനിയാണെങ്കിൽ പനി വന്നതുകൊണ്ട് ഇങ്ങനെ കിടക്കാണ്. ജയിലിൽ നിന്നും വന്നതിന് ശേഷം അവൻ ആരോടും സംസാരിക്കാറില്ല. ഫുഡ് പോലും ശരിക്ക് കഴിക്കാറില്ല. അവൻ ആ ആഘാതത്തിൽ നിന്ന് മുക്തനായിട്ടില്ല എന്ന് അവർക്ക് മനസ്സിലായി. ചെയ്യാത്ത തെറ്റിന് ശിക്ഷ അനുഭവിച്ചതിൻ്റെ സങ്കടവും ആളുകളെ അഭിമുഖീകരിക്കാനുള്ള ആ ഒരു പേടിയും അവനെ വല്ലാതെ തളർത്തിയിട്ടുണ്ട്. പോകുന്നതിനു മുൻപ് ഗംഗാധരനും ശിവശങ്കരനും വൈജയന്തി വിളിച്ചൊന്ന് ഉപദേശിച്ചു. നീ മര്യാദയ്ക്ക് ഇവിടെ നിൽക്കുകയാണെങ്കിൽ ഗുണമുണ്ടാവും. പഴയ സ്വഭാവം കാണിച്ചാൽ നിനക്കിവിടെ ഒരു നിലനിൽപ്പും ഉണ്ടാവില്ല. പിന്നെ നിന്റെ കാര്യത്തിൽ ഞങ്ങൾ ഒരിക്കലും ഇടപെടില്ല എന്നും അവർ കർക്കശമായി തന്നെ പറഞ്ഞു. വൈജയന്തിക്ക് പക്ഷേ ദേഷ്യം മാറുന്നില്ലായിരുന്നു. അവർ പോയി കഴിഞ്ഞാൽ താനും ഇറങ്ങുമെന്ന് അവൾ ഉറപ്പിച്ചു പറഞ്ഞു. കുറേ കഴിഞ്ഞ് അവർ യാത്ര പറഞ്ഞു പോയി. പിന്നീട് വൈജയന്തി ആലോചിച്ചിരുന്നപ്പോൾ ബബിത വന്ന് ചോദിച്ചു, അമ്മ പോകുന്നില്ലേ എന്ന്? പോണം, പോവാതിരുന്നിട്ട് കാര്യമില്ല. പക്ഷേ പോകുന്നതിന് മുൻപ് എനിക്ക് അലീനയോട് 4 വർത്താനം കൂടി ചോദിക്കാനുണ്ട്. പിന്നെ രോഹിത്തിനെ ഒന്ന് കാണണം. അങ്ങനെ രോഹിത്തിനെ കാണാൻ വേണ്ടിയിട്ട് വൈജയന്തി നേരെ മുറിയിലേക്ക് ചെന്നുവെങ്കിലും രോഹിത് അവളെ മൈൻഡ് പോലും ചെയ്തില്ല. പഴയതുപോലെ കളിച്ചിരികളൊന്നും തന്നെ ഇപ്പോഴില്ല. വൈജയന്തിക്ക് അത് വല്ലാത്ത വിഷമമായിരുന്നു. രോഹിത്തിൻ്റെ ആ തണുത്ത പ്രതികരണം വൈജയന്തിയുടെ ഉള്ളിൽ വല്ലാതെ ഉലച്ചു കളഞ്ഞു. താൻ സ്നേഹിച്ച മകൻ പോലും തന്നെ ഒരു അപരിചിതയെ പോലെ തന്നെ കാണുന്നത് അവർക്ക് സഹിക്കാവുന്നതിനും അപ്പുറമായിരുന്നു. മുറിയിൽ നിന്നും ഇറങ്ങി ഹാളിലേക്ക് നടന്ന വൈജയന്തിയെ അലീന തടഞ്ഞു. മാഡം പോവാൻ റെഡിയായോ? പക്ഷേ ഒന്നുണ്ട്, പുറത്തെ ലോകം പണ്ടത്തെ പോലെയല്ല. സ്വന്തം നിഴലിനെ പോലും പേടിച്ചു തുടങ്ങുമ്പോൾ ഈ വീടിൻ്റെ വില മാഡത്തിന് മനസ്സിലാവും. അലീന ശാന്തമായി പറഞ്ഞു. വൈജയന്തിൻ്റെ ഉള്ളിൽ കലിപ്പ് ഇരിച്ചു കയറി.
എടി നിന്റെ ഉപദേശം കേൾക്കാൻ മാത്രം വൈജയന്തിക്ക് ഗതികേടില്ല. നീ ജയിച്ചു എന്ന് കരുതണ്ട. ഈ വീട്ടിലെ ഓരോ തൂണും എൻ്റേതാണ്. അത് തിരിച്ചു പിടിക്കാൻ എനിക്കറിയാം. ഇതായിരുന്നു വൈജയന്തിയുടെ അവസാനത്തെ വെല്ലുവിളി. കയ്യിലുണ്ടായിരുന്ന ബാഗുമായി അവൾ പടിയിറങ്ങുമ്പോൾ ബാലചന്ദ്രൻ ഉമ്മർത്ത് തന്നെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം ഒന്ന് നോക്കുപോലും ചെയ്തില്ല. ഗംഗാധരൻ ഏർപ്പാടാക്കിയ ആ ഒരു കാറിൽ വൈജയന്തി പോയത് നേരെ നഗരത്തിലെ ഒരു ചെറിയ വാടക ഫ്ലാറ്റിലേക്കായിരുന്നു. ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ ആവേശത്തിലായിരുന്നുവെങ്കിലും ഒറ്റപ്പെടൽ അവരെ വല്ലാതെ പതുക്കെ വിഴുങ്ങി തുടങ്ങി. ഫോൺ വിളിച്ചാൽ ബബിത പോലും ബിസിയാണെന്ന് പറഞ്ഞു ഒഴിഞ്ഞു പോവും. കൃഷ്ണമോള് വിളിക്കാറേയില്ല. അതിനിടയിലാണ് വൈജയന്തിയെ ഞെട്ടിച്ചുകൊണ്ട് തന്നെ മറ്റൊരു സത്യം പുറത്തു വന്നത്. അലീന വെറും ഒരു ശത്രുവല്ല എന്നും ബാലചന്ദ്രൻ ഇത്രയും കാലം അലീനയെ ഈ വീട്ടിൽ നിർത്തിയത് അവൾ തൻ്റെ സ്വന്തം മകളാണെന്ന തിരിച്ചറിവിലാണ്. തൻ്റെ ഈ രോഗാവസ്ഥയിൽ പോലും അലീന ഒരു മാലാഖയെ പോലെ തന്നെ അവളുടെ കൂടെ ഉണ്ടാവുമെന്ന് പോലും വൈജയന്തി മനസ്സിലാക്കി. അലീന നടത്തിയ ഒരു രക്തദാനത്തിലൂടെയാണ് രോഹിത്തിൻ്റെ ജീവൻ പോലും രക്ഷിക്കപ്പെട്ടത് എന്ന സത്യം പിന്നീട് ഗംഗാധരൻ വൈജയന്തി അറിയിച്ചു. മനസ്സിൻ്റെ കടുപ്പം കുറഞ്ഞു തുടങ്ങിയ ഒരു വൈകുന്നേരം വൈജയന്തി അറിയാതെ തന്നെ ആ പഴയ വീടിൻ്റെ പടിക്കലെത്തി. അകത്തു നിന്ന് കൃഷ്ണമോളുടെ ചിരിയും ബാലചന്ദ്രൻ്റെ ശാസനയും കേൾക്കുന്നുണ്ട്. അലീന എല്ലാവർക്കും ചായ കൊടുക്കുന്ന തിരക്കിലാണ്. പണ്ട് താൻ വെറുപ്പോടെ തട്ടിത്തെറിപ്പിച്ച അതേ ചായക്കപ്പ് പതിയെ ഉമ്മറത്തേക്ക് കയ്യിൽ ചെന്ന ആ വൈജയന്തിയെ കണ്ട് എല്ലാവരും നിശബ്ദരായി. പക്ഷേ അലീന മാത്രമൊന്ന് പുഞ്ചിരിച്ചു. ഞാൻ കരുതി മാഡം ഇന്ന് വരുമെന്ന്. ചായ എടുക്കട്ടെ? ആ ചോദ്യത്തിന് മുന്നിൽ വൈജയന്തിയുടെ അഹങ്കാരം പൂർണ്ണമായും അലിഞ്ഞുപോയി. ഒന്നും മിണ്ടാതെ കണ്ണ് നിറഞ്ഞുകൊണ്ട് തന്നെ വൈജയന്തി ബാലചന്ദ്രൻ്റെ അരികിലേക്ക് പോയിരുന്നു. ഒരു വാക്കുപോലും പറയാതെ ബാലചന്ദ്രൻ അവളുടെ കൈകളിൽ മെല്ലെ തലോടി. ആ സ്പർശനത്തിൽ എല്ലാം ഉണ്ടായിരുന്നു. മാപ്പും സ്നേഹവും ഒരു പുതിയ തുടക്കവും. പഴയ വൈജയന്തി മരിച്ചിരിക്കുന്നു. ഇപ്പോൾ അവിടെയുള്ളത് തെറ്റുകൾ തിരിച്ചറിഞ്ഞ കുടുംബത്തിൻ്റെ വില മനസ്സിലാക്കിയ ഒരു അമ്മ മാത്രമാണ്. കൈതക്കൽ മാളികയിൽ വീണ്ടും ആ ഒരു പ്രകാശം പരന്നു തുടങ്ങി. അങ്ങനെ മഴ തോരും മുൻപേയിൽ ഇനി വരാൻ പോകുന്ന നല്ല സൂപ്പർ അടിപൊളി ത്രില്ലിംഗ് എപ്പിസോഡുകളൊക്കെ തന്നെയാണ്. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. ബൈ.